ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കവിതയുടെ ശക്തി. സത്യൻ കവിതകളൊക്കെ എഴുതുമെന്ന് ഗ്രാമത്തിൽ പാട്ടായിരുന്നു. കടയുടമ കോടി സുബണ്ണ സ്കൂളിൽ വന്നിട്ട് സത്യനോട് പറഞ്ഞു, എൻ്റെ കടയിൽ പുതിയൊരു മരുന്ന് വന്നിട്ടുണ്ട്, എനിക്കത് വിറ്റഴിക്കണം. ഒരു കവിത എഴുതി തരുമോ? എനിക്ക് നല്ല പരസ്യം കൊടുക്കാനാ. അന്നത്തെ കാലത്ത് പരസ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചെറിയൊരു പലകയിൽ പരസ്യം കവിതാരൂപത്തിൽ എഴുതും. അതിനുശേഷം ആ പലക ഒരു പട്ടികയിൽ തറയ്ക്കും. ഇത് പിടിച്ചുകൊണ്ട് കുട്ടികൾ വരിവരിയായി നടക്കും. അവർ പരസ്യകവിത ഒരുമിച്ച് ഉറക്കെ ഈണത്തിൽ ചൊല്ലും. ഇതാണ് അന്നത്തെ പ്രചാരണ രീതി. കോടി സുബണ്ണയുടെ പുതിയ മരുന്നിന് സത്യൻ പരസ്യകവിത എഴുതി. കുട്ടികൾ അത് പാടി നടന്നു. അതിഗംഭീരമായ വിൽപ്പനയാണ് ഉണ്ടായത്. വിവരമറിഞ്ഞതോടെ മറ്റു കടക്കാരും വരാൻ തുടങ്ങി. വിറ്റഴിയാത്ത തങ്ങളുടെ വസ്തുക്കളുടെ വിവരണവുമായിട്ടാണ് അവർ വന്നത്. കച്ചവടക്കാരെ കവിത എഴുതി സത്യൻ സഹായിക്കുന്ന വിവരം ശേഷമ്മരാജു അറിഞ്ഞു. ഉടൻ അദ്ദേഹം പറഞ്ഞു, നിനക്കിപ്പോൾ അവധിയല്ലേ, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ടതില്ല. കവിതാ ബിസിനസ്സൊക്കെ ആവശ്യത്തിനായി, ഇനി വീട്ടിലേക്ക് പോയിക്കൊള്ളുക. കവിതയുടെ ഒഴുക്ക് അതുകൊണ്ടൊന്നും നിന്നില്ല. പുട്ടപർത്തിയിൽ എത്തിയ ശേഷവും കവിത അനായാസേന വന്നുകൊണ്ടിരുന്നു. പുട്ടപർത്തിയിൽ ഒരു അധികാരിയുണ്ട്. അദ്ദേഹത്തിന് 2 ഭാര്യമാർ. പേര് സുബ്ബമ്മ, കമലമ്മ. അധികാരി വലിയ ധനവാനാണ്. പക്ഷേ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ട്. ഇത് പരിഹരിക്കാൻ സത്യൻ തീരുമാനിച്ചു. സത്യൻ ഒരു കവിത എഴുതി കുട്ടികളെ പഠിപ്പിച്ചു. അധികാരി വീട്ടിലെ ഉമ്മറത്ത് വിശ്രമിക്കാനായി ഇരിക്കുമ്പോൾ കുട്ടികൾ ആ കവിത അവിടെ ചെന്ന് പാടി. കുട്ടികൾക്ക് അവർ പാടുന്നതിൻ്റെ അർത്ഥം അറിയില്ല. പക്ഷേ അധികാരിക്ക് കാര്യം മനസ്സിലായി. തൻ്റെ ദുർമാർഗത്തിലൂടെയുള്ള യാത്ര പരസ്യമായത് കണ്ട് അയാൾ വിളറിപ്പോയി. അയാളുടെ ഹിറ്റ്ലർ മീശയെക്കുറിച്ചും കവിതയിൽ വിവരിച്ചു. ഏതായാലും പാട്ടു കേട്ടതോടെ അയാൾ മീശ കളഞ്ഞു. അധികാരി വെങ്കപ്പ രാജുവിനോട് പരാതിപ്പെട്ടു. സത്യനാരായണ രാജുവാണ് ഇതിനെല്ലാം പുറകിൽ. കവിത എഴുതുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതും പാടിപ്പിക്കുന്നതും എന്നെ പരിഹസിപ്പിക്കുന്നതും അവൻ തന്നെ. പിതാവ് മകനെ വിളിച്ചു പറഞ്ഞു, എന്താണിതൊക്കെ? എന്തിന് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കവിത എഴുതുന്നു? അവർ വലിയ ആളുകളാണ്. സത്യന്റെ ഉത്തരം ഇതായിരുന്നു, എനിക്കൊന്നും അറിയില്ല, ഇനി കുട്ടികൾ പാട്ടുപാടില്ല. എന്തായാലും അതോടെ അധികാരിയുടെ ദുസ്വഭാവം മാറി. തൻ്റെ ഭർത്താവിനെ സത്യൻ തിരുത്താൻ ശ്രമിച്ചതിൽ കർണം അധികാരിയുടെ ഭാര്യ സുബ്ബമ്മയ്ക്ക് സന്തോഷമുണ്ടായി. സത്യൻ പ്രകടിപ്പിച്ച ധൈര്യം അവരെ അത്ഭുതപ്പെടുത്തി. അവർ പെദ്ദ വെങ്കപ്പരാജുവിനോട് പറഞ്ഞു, സത്യനെ മകൻ എന്ന് കരുതി മോഹത്തിൽപ്പെടരുത്. സത്യൻ സാധാരണ ബാലനല്ല, അവനിൽ അനന്തമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നു. പുത്രൻ എന്ന മായയിൽ കുടുങ്ങാതിരിക്കുക. സത്യനെ എൻ്റെ വീട്ടിലേക്ക് വിട്ടോളൂ, ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ മകന് ദത്തു കൊടുക്കും പോലെ കൈമാറുക അദ്ദേഹത്തിന് ചിന്തിക്കാനാവില്ലായിരുന്നു. അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. ഭാരതാംബയെ കേഴരുത്. സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന സമയമായിരുന്നു. പലയിടത്തും സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വന്നിരുന്നു. ബ്രിട്ടീഷ് പോലീസ് സേന വന്നിറങ്ങി അതെല്ലാം മുടക്കുകയും ചെയ്യും. ഒരു ദിവസം ബുക്ക പട്ടണത്തിലുള്ള 2 കോൺഗ്രസ് പ്രവർത്തകർ സത്യനോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊരു കവിത എഴുതി തരണം. ഭാരതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് എഴുതിയാൽ മതി, സമ്മേളനത്തിൽ പാടാനാണ്. സത്യൻ കവിത എഴുതി കൊടുത്തു. കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ ആവശ്യപ്പെട്ടു, കവിത മാത്രമല്ല, കവിയും ഞങ്ങൾക്കൊപ്പം വന്നേ തീരൂ. അവർ സാരിയും ഉടുപ്പും കൊണ്ടുവന്ന് സത്യനെ പെൺകുട്ടിയുടെ വേഷം ധരിപ്പിച്ചു. കയ്യിലൊരു പാവയെയും കൊടുത്തു. കരയുന്ന കുട്ടിയെ താലോലിക്കുന്നത് പോലെ സ്വാതന്ത്ര്യ സന്ദേശം സത്യൻ കവിതയിലൂടെ ആവിഷ്കരിച്ചു. ഇതിനിടയിൽ പോലീസുകാരെത്തി. അവരും ഈ കലാപ്രകടനം ശ്രദ്ധിച്ചു. ക്രമേണ അവരും കൂടെ പാടാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് അധികാരികൾ എത്തി. അവർക്ക് തെലുങ്ക് അറിയില്ല, പാടുന്നതിൻ്റെ അർത്ഥവും നിശ്ചയമില്ല. അത്യാകർഷകമായ ഈ രംഗത്തിൽ അവരും പങ്കുചേർന്നു. കാര്യമറിയാതെ അവരും കൈയടിച്ച് പാടാൻ ആരംഭിച്ചു. അങ്ങനെ സമ്മേളനം ഗംഭീര വിജയമായി മാറി. ബ്രിട്ടീഷ് അധികാരികളെ കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഗീതം സത്യൻ പാടിപ്പിച്ചു.
കവിത വായിച്ച് പലരും സത്യന് സമ്മാനങ്ങൾ നൽകാൻ തുടങ്ങി. ഉടുപ്പ്, പാൻസ്, സൂവാല തുടങ്ങിയവ. ഞാൻ ഇതിനൊന്നും വേണ്ടിയല്ല ഇത് എഴുതിയത് എന്ന ഉത്തരത്തിൽ സത്യം എല്ലാവരെയും പിന്തിരിപ്പിച്ചു. കവിതയിൽ ഹിറ്റ്ലർ, സ്റ്റാലിൻ, റഷ്യ തുടങ്ങിയവയെക്കുറിച്ചുള്ള പരാമർശം കണ്ട് ഗ്രാമീണർ അത്ഭുതപ്പെട്ടു. ഈ ഗ്രാമീണ ബാലൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നു? ഗ്രാമത്തിലെ മുതിർന്നവരിൽ ചിലർ ആദ്യമായിട്ടാണ് ഈ പേരുകൾ കേൾക്കുന്നത് തന്നെ. സമ്മേളനം വൻ വിജയമായി. കവിയും കവിതയും ഒരുപോലെ സജീവ ചർച്ചാ വിഷയമായി. സർവം സഹ. ബുക്കപട്ടണത്തിൽ പോയി സത്യൻ മടങ്ങി വരുന്ന സമയം മുറുക്കി വഴിയരികിലേക്ക് നീട്ടിത്തുപ്പി ഒരു സ്ത്രീ മകളുടെ മുടി ചീകുകയും പേൻ കൊല്ലുകയും ചെയ്യുന്നു. സത്യൻ വരുന്നത് അവർ കണ്ടില്ല. അവർ മുഖം തിരിച്ച് മുറുക്കാൻ വീണ്ടും നീട്ടിത്തുപ്പി. അത് മുഴുവൻ സത്യന്റെ ഉടുപ്പിൽ വീണു. അവർ തരിച്ചുപോയി. ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. സത്യൻ ഒരു ഭാവഭേദവും ഇല്ലാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് അവർ വീട്ടിൽ കയറി ഒരു തോർത്തുമായി ഓടിയെത്തി. സത്യനെ തോർത്തുടുപ്പിച്ച് ഷർട്ട് ഊരി മാറ്റി. അപ്പോൾ തന്നെ ഉടുപ്പ് കഴുകി വൃത്തിയാക്കി കൊടുത്തു. പുഞ്ചിരിയോടെ അതെല്ലാം കണ്ടുകൊണ്ട് സത്യൻ നിലകൊണ്ടു. സർവം സമം. ഗ്രാമത്തിലെ മാന്യനായ ഒരാളാണ് 70 കഴിഞ്ഞ സുബ്ബറായിഡു. ഒരു സാധു, മക്കളില്ല. സത്യഭാമ മന്ദിരത്തിന് മുന്നിൽ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ബാലൻ അതുവഴി വന്നത്. അദ്ദേഹം പ്രാർത്ഥനാപൂർവം വിളിച്ചു, രാജു, ഒന്ന് വരൂ. എന്ത് വേണം? സത്യനാരായണ രാജു സുബ്ബറായിഡുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. രാജു, കണ്ടില്ലേ എൻ്റെ പൊണ്ണത്തടി? എൻ്റെ മടിയിൽ കുറച്ചിടെ ഇരിക്കുമോ? എന്താ അതുകൊണ്ടുള്ള ഗുണം? ബാലൻ കൗതുകപൂർവ്വം തിരക്കി. ഞാൻ എങ്ങനെ അത് വിവരിക്കും കുഞ്ഞേ? അനന്തവും അത്യത്ഭുതകരവുമാണ് അതിൻ്റെ നേട്ടം. മാത്രമല്ല, പുട്ടപർത്തി മുഴുവൻ നിന്റെ ശോഭയാൽ തിളങ്ങുന്ന കാലം വരാൻ പോകുന്നു. ലോകം മുഴുവൻ നിന്റെ കീർത്തി പരക്കും. അടുത്തു വന്ന് സത്യനെ തലോടിക്കൊണ്ട് വൃദ്ധൻ വാത്സല്യപൂർവ്വം പറഞ്ഞു. രാജു, ഞാൻ എത്ര ഭാഗ്യവാൻ! എനിക്കിതിനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ. ഒരു കാലം വരും, അന്ന് നിന്റെ ഒരു നോട്ടത്തിനു വേണ്ടി ലോകം കൊതിക്കും. നിന്റെ അച്ഛനും ഞാനും തമ്മിൽ രസത്തിലല്ല. ഞാൻ പറഞ്ഞതൊന്നും അദ്ദേഹത്തോട് പറയണ്ട. അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അച്ഛനോട് സത്യം പറയും. അദ്ദേഹം നല്ലയാളാണ്. സത്യൻ സുബ്ബറായിഡുവിനോട് മെല്ലെ പറഞ്ഞു. സത്യൻ വീട്ടിലെത്തി. വിവരം എങ്ങനെയോ അറിഞ്ഞ വെങ്കപ്പ ചോദിച്ചു, എന്തിന് നീ അയാളോട് സംസാരിച്ചു? എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? ശരിയായിരിക്കും, പക്ഷെ എനിക്ക് സുബ്ബറായിഡുവിനോട് അനിഷ്ടമില്ല. അതുകൊണ്ട് സംസാരിച്ചു. പിന്നീട് കൈകൂപ്പി സത്യൻ പിതാവിനോട് അഭ്യർത്ഥിച്ചു, നോക്കൂ, അങ്ങ് മുതിർന്നയാൾ, ആരെയും വെറുക്കരുത്. ഉള്ളിൽ നിന്നും ദ്വേഷം അകറ്റുക. ഗ്രാമീണരെ ഒരുമിപ്പിക്കുക. എന്താ സുബ്ബറായിഡു നിന്നോട് പറഞ്ഞത്? പിതാവ് തിരക്കി. അദ്ദേഹം എന്നിലുള്ള ദിവ്യത്വത്തെ പരാമർശിച്ചു. സത്യൻ എല്ലാം വിവരിച്ചു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ വെങ്കപ്പരാജു അസ്വസ്ഥനായി. ഇവരൊക്കെ ഇത്രയേറെ പുകഴ്ത്താൻ എന്ത് ദിവ്യതയാണ് നിന്നിലുള്ളത്? കുറച്ചു പൂക്കൾ എടുത്ത് ഇരു കൈയിലും പിടിച്ച് സത്യൻ ചോദിച്ചു. ഞാൻ ആരെന്ന് അറിയണമോ? പൂക്കൾ സത്യൻ താഴെ എറിഞ്ഞു. അത് തെലുങ്ക് ലിപിയിൽ സത്യസായിബാബ എന്ന് വീണു. വെങ്കപ്പ വല്ലാതായി. അദ്ദേഹത്തിൻ്റെ മനമിടറി. കണ്ണുകളിൽ ആരാധന നിഴലിച്ചു. അന്നു മുതൽ വളരെ കരുതലോടെയേ വെങ്കപ്പരാജു സത്യനോട് ഇടപെട്ടിട്ടുള്ളൂ. ഇതേ സംഭവം അവതാര പ്രഖ്യാപനത്തോടനുബന്ധിച്ചും ഉണ്ടായി. ഓം തത് സത്.